ഇപ്പോൾ മാമി തിരോധാന കേസ് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധിയായ അസ്ലം ബക്കർ കൂടി തത്സമയം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ശ്രീ അസ്ലം ബക്കർ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോൾ നിങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ രജിത്തിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ രജിത് കുമാർ മാമിയുടെ കൂടെ 20 വർഷമായിട്ടല്ല, ഏകദേശം 26 വർഷത്തോളമായി ഈ രജിത് കുമാർ മാമിയുടെ കൂടെ ഉണ്ട്. അതായത് കോഴിക്കോട് വന്നിട്ട് മാമി റിയൽ എസ്റ്റേറ്റ് വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പേ ചെറിയ രീതിയിൽ ബാലുശ്ശേരിയിൽ കച്ചവടം നടക്കുന്ന സമയത്തെ രജിത് കുമാർ മാമിയുടെ കൂടെ ഉണ്ട്. മാമിയുടെ എന്താ റൈറ്റ് ഹാൻഡ് എന്നൊക്കെ പറയാം. മാമിയുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് കുടുംബത്തിലെല്ലാ സ്ഥലത്തും എത്തി ഒരാളായിരുന്നു രജിത് കുമാർ. മാമിയുടെ എല്ലാ ഇടപാടുകളിലും കാര്യത്തിലൊക്കെ തന്നെ രജിത് കുമാർ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഉള്ളൊരു രജിത് കുമാറിന് മാമിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാമെന്ന് ഞങ്ങളൊക്കെ ആദ്യഘട്ടത്തിലേ പറഞ്ഞ കാര്യമാണ്. അത് പോലീസിനോടൊക്കെ പറഞ്ഞ കാര്യമാണ്. നടക്കാവ് പോലീസ് ആ സമയത്ത് ഈ രജിത് കുമാർ എന്നെ പലതവണ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ രജിത് കുമാർ ഒന്നും പറയുന്നില്ല എന്നാണ് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മറക്കാനുള്ളത് കൊണ്ടായിരിക്കാം, മറച്ചു വെക്കാനുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ രജിത് കുമാറും ഭാര്യയും നാടുവിട്ടത് അല്ലെങ്കിൽ മാറി നിന്നത് എന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും അതിൽ ഈ രജിത് കുമാറിനെ കാണാതായതിൽ വലിയൊരു ദുരൂഹത ആക്ഷൻ കമ്മിറ്റിക്ക് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാമിയുടെ കുടുംബത്തിനുണ്ട്. ആ ദുരൂഹത ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ രജിത് കുമാർ ഒരു ക്രൈംബ്രാഞ്ച് ഒരു 2-3 തവണ ചോദ്യം ചെയ്താൽ അതിന് മാനസിക സംഘർഷം മൂലം നാടുവിടേണ്ട ഉള്ള കപ്പാസിറ്റിയുള്ള ആളൊന്നല്ല. രജിത് കുമാർ നേരത്തെ കാലത്തെ പല ഇടപാടുകളിൽ തന്നെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമ്പോഴേക്ക് അതിൽ മാനസിക സംഘർഷം ഉണ്ടായി നാടുവിടണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ ആക്ഷൻ കമ്മിറ്റിക്ക് അതല്ലെങ്കിൽ മാമിയുടെ കുടുംബത്തിനോ സാധിക്കില്ല. പക്ഷേ ശ്രീ അസ്ലം ബക്കർ അത് ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹം പറയുന്നത് തൻ്റെ കുട്ടികളിലേക്ക് ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്യലൊക്കെ എത്തി നിൽക്കുന്നു, അതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല, വളരെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ്. മനുഷ്യനല്ലേ, അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. മാമിക്ക് സംഭവിച്ച കാര്യങ്ങൾ, അന്നത്തെ ദിവസം മാമിക്ക് സംഭവിച്ച കാര്യങ്ങളും 2023 ഓഗസ്റ്റ് 21 മാമി എവിടെ പോയെന്നും അതുകൂടാതെ മാമി അവസാനമായിട്ട് മാമിയുടെ മൊബൈൽ ടവർ ലൊക്കേഷനും ഈ രജിത് കുമാറിൻ്റെ ടവർ ലൊക്കേഷനും ഒരേ സ്ഥലത്തുണ്ടോ എന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുള്ളതാണ്. അപ്പം രജിത് കുമാറിന് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ തന്നെ രജിത് കുമാർ ആവശ്യപ്പെട്ടു ഒരു തവണ ആക്ഷൻ കമ്മിറ്റിക്കും കുടുംബത്തിനും രജിത് കുമാറിന് ആക്ഷൻ കമ്മിറ്റിയെയും കുടുംബത്തിനെയും കാണണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരോട് ആദ്യം ചോദിച്ചു രജിത് കുമാറിനെ ഞങ്ങൾ കാണേണ്ടതായിട്ടുണ്ടോ എന്ന്. അങ്ങനെ രജിത് കുമാറിനെ ഞങ്ങൾ കോഴിക്കോട് വെച്ചിട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ 2-3 ആളുകളും അതുപോലെ തന്നെ കോഴിക്കോടുള്ള മാമിയുടെ 2 സുഹൃത്തുക്കളും ഞങ്ങൾ കണ്ട സമയത്ത് രജിത് കുമാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ കുടുംബവും അതുപോലെ തന്നെ കുട്ടികളുടെ പ്രശ്നമൊക്കെ രജിത് കുമാർ പറഞ്ഞു. കൂടാതെ രജിത് കുമാർ ഞങ്ങളോട് പറഞ്ഞ കാര്യം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അവർ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേ രജിത് കുമാറിന് അറിയാം ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ തന്നെ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇത് എപ്പോഴായിരുന്നു നിങ്ങൾ ഈ രജിത് കുമാറുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന്റെ ആദ്യഘട്ടത്തിൽ? അപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സൂചനയോ അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ പിന്നിൽ പ്രവർത്തിക്കാൻ ആളുകളുണ്ടോ എന്ന് പറയുമ്പോൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമല്ലോ. ഞങ്ങളിത് പലതവണ പറഞ്ഞതാണ്, പലതവണ വേദികളിലൊക്കെ പറഞ്ഞ കാര്യമാണ്. മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ ഒരു ബാഹ്യശക്തി ഇടപെട്ടിട്ടുണ്ട്, ആ തരത്തിലുള്ള ഒരു ഉന്നതർക്ക് ഇടപെടലുണ്ട് എന്നാണ് ഞങ്ങളുടെ സംശയം. അത് ഇതിൻ്റെ കേസിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് രജിത് കുമാറിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിലടക്കം രജിത് കുമാറിനെ ഗുരുവായൂരിൽ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ രജിത് കുമാർ ഓട്ടോറിക്ഷയിൽ പോകുന്നതും ഭാര്യയും രജിത് കുമാർ ഓട്ടോറിക്ഷയിൽ പോകുന്നതും എല്ലാം ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാം CCTV, അത് കോഴിക്കോട് പട്ടണത്തിലാണ് മഹബൂർ റോഡിലെ CCTV പതിഞ്ഞിട്ട് ഇന്നെല്ലാ ഇവിടുത്തെ മുഖ്യധാര മീഡിയകളെല്ലാം തന്നെ അത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് 2023 ഓഗസ്റ്റ് 21 എന്തുകൊണ്ട് അരയിടത്ത് പാലത്ത് ഇങ്ങനത്തെ ഒരു CCTV പരിശോധിക്കാൻ ഇവിടുത്തെ പോലീസിന് തയ്യാറായില്ല? എന്തുകൊണ്ട് മാമിയെ കണ്ടുപിടിക്കാനായില്ല? രജിത് കുമാർ പോയിട്ട് 24 മണിക്കൂറായിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പേ ഗുരുവായൂരിൽ വെച്ചിട്ട് രജിത് കുമാറിനെ കണ്ടുപിടിച്ചു. ഇതേപോലെ മാമിയെ കാണാതായിട്ട് ഇപ്പോൾ 2 വർഷത്തിലേക്ക് അടുക്കാൻ പോവുകയാണ്. അപ്പം ആ സമയത്തെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് മാമിയെ കണ്ടുപിടിക്കേണ്ട ഇവിടുത്തെ കേരള പോലീസ് അതിൽ ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ അതിൽ അലസത കാണിച്ചു തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. രജിത് കുമാറിനെ കണ്ടു. ഇപ്പം ഞങ്ങൾ വേറൊരു കാര്യം സംശയിക്കുന്നത്, ആക്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ മാമിയുടെ കുടുംബം സംശയിക്കുന്നൊരു കാര്യം, ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. സന്തോഷമുണ്ടെന്ന് പറയാൻ കഴിയില്ല, സംതൃപ്തരാണ്. കാരണം ശരിയായ രീതിയിൽ ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്തു, ഒരുപാട് ആളുകളെ മൊഴിയെടുത്തു. ആ സമയത്ത്
ക്രൈംബ്രാഞ്ച് ഈ രജിത്ത് എന്ന് പറയുന്ന മാമിയുടെ ഡ്രൈവറെ മാനസികമായിട്ട് സംഘർഷത്തിൽ ആറ്റുന്നുണ്ട് എന്ന് പുറം ലോകത്തോട് വിളിച്ചു പറയുകയാണോ രജിത് കുമാർ അതിൽ കൂടെ വേറെന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ ഈ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് കൂടി ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ.